ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹസ്നി ഹനീസ്. സോ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വ്ളോഗാണ്. നാട്ടില് സെപ്റ്റംബർ 4 ഓണമാണ്. സോ ഓണം എന്ന് പറയുന്നത് നാട്ടിലാണ്, അതൊരു വേറൊരു വൈബ് തന്നെയാണ്. അപ്പൊ നമ്മൾ കാനഡയിലുള്ള പ്രവാസികൾക്ക് എന്നാലും നമുക്ക് ഓണം ആഘോഷിക്കണമല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്രാവശ്യം എന്തായാലും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാന്ന് വിചാരിച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ 3-4 പേര് മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എന്നാൽ പോലും നമ്മൾ നല്ലോണം ഒരുങ്ങി. പണ്ടൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് സാരി, പട്ടുപാവാട അതൊക്കെ ഇട്ട് നമ്മൾ ഒരുങ്ങുമായിരുന്നു. സോ അതേ കൂട്ട് തന്നെ ഇവിടെയും നമ്മൾ ഓണത്തിന് ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ് വെളിയിലുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ മലയാളി അസോസിയേഷൻ അങ്ങനെയൊക്കെ വളരെ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ആക്സസിബിൾ ആയിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ് ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾ വളരെ ചുരുങ്ങി അങ്ങോട്ടൊന്നും ആക്സസിബിൾ ഇല്ലാത്തൊരു സ്ഥലത്ത്, ലൈക്ക് ബ്രാംപ്ടണിൽ പൊതുവെ ഇച്ചിരി മലയാളീസ് കുറവാണ്. സോ അതുകൊണ്ട് അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ കിട്ടും, എങ്ങനെ ഈ സാധനങ്ങൾ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം എന്നൊക്കെ കുറേ ഒരു പ്ലാനിങ് തന്നെ വേണമായിരുന്നു. സോ കഴിഞ്ഞൊരു 1 വീക്ക് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പല പേജസ് നോക്കി, പല അടുത്തൊക്കെ എവിടെയാണ് ലൊക്കേഷൻ ഉള്ളത് അതൊക്കെ നോക്കി നമ്മൾ കുറേ സെറ്റ് ഓഫ് സ്ഥലത്തുനിന്ന് നമ്മൾ ചൂസ് ചെയ്ത്, ഹാൻഡ് പിക്ഡ് ആയിട്ട് ചൂസ് ചെയ്തെടുത്ത കുറേ സാരികളായിക്കോട്ടെ, സ്കേർട്ട് ടോപ്പ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. സോ ദാറ്റ് ഈ ഒരു വീഡിയോ ഇവിടെ അടുത്തുള്ള എല്ലാ മലയാളീസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് പോയി ഓക്കെ ഇവരുടെ കയ്യിൽ കളക്ഷൻ കാണുമെന്ന് വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് പോയി എടുക്കത്തക്ക രീതിയിലുള്ളൊരു ഹെൽപ്ഫുൾ വ്ളോഗ് ആയിരിക്കും ഈ ഒരു വ്ളോഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, സോ ഫസ്റ്റ് നമുക്ക് ഓർണമെന്റ്സിലോട്ട് തന്നെ കിടക്കാം. അതാണ് ഇവിടെ കിട്ടാൻ ഏറ്റവും പാടെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. കാരണം നമ്മുടെ ഒരു കൾച്ചറിന്, നമ്മുടെ ഒരു നാട്ടിലെ ഒരു ഓണം വൈബിന് പറ്റിയ ഓർണമെന്റ്സ് ഇവിടെ എവിടെയും കിട്ടാനില്ല. നമ്മളങ്ങനെ ഒത്തിരി സെലക്ട് ചെയ്ത് ആലോചിച്ച് നമ്മൾ പേജസ് ഒക്കെ ഒത്തിരി ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്തിട്ടാണ് നമുക്ക് ഒരു 2 സ്റ്റോർ കിട്ടിയത്. ബേസിക്കലി എവിടുന്ന് നമുക്ക് ജ്വല്ലറി എടുക്കാൻ പറ്റിയതൊക്കെ രീതിയിൽ. സോ അവിടുന്ന് നമുക്ക് കുറച്ച് ജ്വല്ലറീസ് എടുത്തിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് സ്റ്റോർ എന്നുള്ളത് നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം. സോ യു ഗൈസ് ക്യാൻ ഓൾസോ ചെക്ക് ദാറ്റ് വൺ. ബട്ട് ഇപ്പൊ ഫസ്റ്റ് ഞാൻ പോകുന്നത് മാലയിലോട്ടാണ്. സോ മാല നിങ്ങൾക്ക് കാണാവുന്ന പോലെ ആസ് യു ക്യാൻ സീ, ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഇത് നാട്ടിലെ ഒരു ട്രെൻഡിങ് മാലയാണ്, ഇൻവിസിബിൾ ചെയിൻ എന്ന് പറയും. സോ ഇത് ഞാൻ പല ജ്വല്ലറി ഷോപ്പിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നാട്ടിലെ തന്നെ. സോ ഇതിന്റെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ഈ ഒരു മാല കാണില്ല, ഈ ചെയിൻ കാണില്ല, ബട്ട് ഈ ലോക്കറ്റ് മാത്രം വിസിബിൾ ആയിരിക്കും. ഇത് ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ളത് ഓബയോസിയുടെ ചാനലിലാണ്, ദിയ കൃഷ്ണയുടെ ചാനലിലാണ് ഞാൻ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ തൊട്ട് ഞങ്ങൾ എപ്പോഴും ഓണത്തിന് പ്രത്യേകിച്ച് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയത് ഞങ്ങൾക്ക് ആരോഹിണി ബൈ അപർണ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ്. അവിടെ ചെന്നപ്പോഴത്തേനും ഈ ഒരു കളക്ഷൻ ഉണ്ടപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഓക്കെ, സോ ഞങ്ങളും ആഗ്രഹിച്ച കളക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട്. സോ അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് മാല. സോ ഇത് ബേസിക്കലി ഇടുന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ്. രണ്ടാമത്തെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്, പുള്ളിക്കാരി സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് ഈ മാല. സോ yeah, this is a closer look of this chain. yeah, so ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്, ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് മാലയാണ് ഈ ലോട്ടസിന്റെ ഒരു ചെയിൻ. ഇത് നമ്മുടെ നാട്ടില് മഞ്ജു വാര്യർ ഇഹ ഡിസൈൻസിന്റെ ഒരു പ്രോഗ്രാമിന് വന്നപ്പം ഇട്ട് ഫേമസ് ആയ ഒരു മാലയാണ്. സോ ഈ മാലയും എൻ്റെ മൂത്ത ചേച്ചി ഒത്തിരി നടന്നാണ് നമ്മൾ ഇത് എവിടെ കിട്ടും എന്ന് നോക്കി. സോ നാട്ടിലെയും കുറെ സ്മോൾ ബിസിനസ്സിൽ നമ്മൾ കണ്ടതായിരുന്നു ഇത്. പക്ഷെ നമ്മൾ ഇവിടെ കുറെ സ്ഥലത്ത് അന്വേഷിച്ചെങ്കിൽ പോലും ഇതേ കൂട്ടത്തെ എക്സാക്ട് ലോട്ടസ് മാല നമുക്ക് കിട്ടിയില്ല. ബട്ട് സർപ്രൈസിംഗ്ലി എന്ന് പറയണം, ആരോഹിണി ബൈ അപർണയിൽ തന്നെ നമുക്ക് ഈ ഒരു മാല കിട്ടി. സോ ഇതിന്റെ തന്നെ 2 സ്റ്റഡും കൂടെ അവൈലബിൾ ആണ്. സെയിം ലോട്ടസിൽ തന്നെ വരുന്ന 2 സ്റ്റഡ് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് അതിന്റെ കൂടെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ പല ചെറിയ ചുരിദാറിന്റെ കൂടെ നമുക്ക് ഇടാവുന്നതാണ്. സോ ഇതാണ് വൺ ഓഫ് ദ അതർ ചെയിൻ. സോ സോ അടുത്ത് നമ്മൾ സെയിം ആരോഹിണി ബൈ അപർണയിൽ നിന്ന് തന്നെ നമ്മൾ ചൂസ് ചെയ്ത 2 കമ്മലുകളാണ് ഇത്. ഇതെന്റെ രണ്ടാമത്തെ ചേച്ചി ചൂസ് ചെയ്ത കമ്മലാണിത്. സോ ഇത് സാരിയുടെ ബേസിക്കലി ഇടാവുന്നതാണ്, ഒരു ജുംക മോഡലാണ്. സോ ദിസ് ഇസ് ദ അനദർ വൺ. സോ ഇതിന്റെ തന്നെ സിമിലർ ആയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് പിക്ക് ചെയ്ത വേറൊരു അതേ സെയിം സ്റ്റോറിയിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത വേറൊരു ടൈപ്പ് ജുംക്കയാണിത്. ഇതിനൊരു വൈറ്റ് ബീഡ്സ് ഒക്കെ താഴെ വന്നിട്ട് സെയിം ഒരു സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള ഇതും ലോട്ടസ് തന്നെയാണ് ടോമിളിൽ. സോ അനദർ കൈൻഡ് ഓഫ് ലോട്ടസ്. സോ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. സോ ഇതെല്ലാമാണ് നമ്മൾ ആരോഹിണി ബൈ അപർണ. നമ്മൾ ജ്വല്ലറി ബേസിക്കലി അവിടെ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പേജ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നാട്ടിലെ കുറേ ട്രെൻഡിങ് കളക്ഷൻസ് പോരാതെ തന്നെ കുറേ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആൻറ്റീക് ബേസ്ഡ് ജ്വല്ലറീസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. മെയിൻ കാര്യം ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ് ആക്ച്വലി ഈ ഒരു എന്ത് ജ്വല്ലറി ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ ഈ ഒരു ജ്വല്ലറി മൊത്തം നമ്മളിപ്പോൾ കാണിക്കുമ്പോൾ എല്ലാ ജ്വല്ലറിയും $10 to $20 മാത്രമേ ഉള്ളൂ. സോ അതാണ് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഒട്ടും ഭയങ്കര
പ്രൈസ് നോക്കി നമ്മൾ എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് ചിന്തിക്കേണ്ട ഒട്ടും കാര്യമില്ല. സോ ഇറ്റ്സ് റിയലി അഫോർഡബിൾ. സോ അടുത്ത മാല എന്ന് പറയുന്നത് ഇതൊരു ചേച്ചിയുടെ സെറ്റും മുണ്ടിൻ്റെയും കൂടെ ഇടാൻ വേണ്ടിയിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ബ്ലാക്ക് മെറ്റൽ ടൈപ്പ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഒക്കെ ഇടുന്ന ടൈപ്പ് ഒരാളാണ്. സോ ആൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സഫയർ ഹട്ട് എന്ന് പറഞ്ഞത്. അതെന്ന് പറയുന്നത് ജ്വല്ലറിക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്റ്റോറാണ് ഈ സഫയർ ഹട്ട്. ഇറ്റ്സ് ബേസിക്കലി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറാണ്. ബട്ട് സ്റ്റിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ കിട്ടും. സോ ഇതും ഭയങ്കര അഫോർഡബിൾ റേറ്റിലുള്ള ഒരെണ്ണമാണ്. സോ ഇത് നമ്മൾ ചേച്ചിയുടെയാണ് ബേസിക്കലി. ചേച്ചി വാങ്ങിച്ചൊരു നെക്ക് പീസാണിത്. സോ ഇത്രേ ഉള്ളൂ നെക്ക് പീസസ്. സോ അത് ഓക്കെ. സോ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് വളകളുടെ കളക്ഷൻ ആണ്. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സഫയർ ഹട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ലാസ്റ്റ് കാണിച്ച മാലയുടെ അതേ കളക്ഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വളകൾ എടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറാണ്. ഇത് ഭയങ്കര ജ്വല്ലറി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഭയങ്കര വലിയൊരു സ്റ്റോറാണ്. ഇത് നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ വഴിക്ക് സർപ്രൈസിംഗ്ലി അതും കണ്ട ഒരു സ്റ്റോർ തന്നെയാണ്. ഇവിടെ ഇന്ത്യൻ ആക്ച്വലി വെയേഴ്സ് ഒത്തിരി ഉണ്ട്. ബട്ട് നമ്മുടെ കേരള ട്രഡീഷന് വേണ്ടിയ മാലകളൊന്നും നമുക്ക് അവിടെ കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വളകൾക്ക് വേണ്ടി മാത്രം സെലക്ട് ചെയ്യാൻ അങ്ങോട്ട് പോയത്. കാരണം അവിടെ ഒരു ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് നാട്ടിലൊക്കെയാണ് നമ്മൾ വളകൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ട് പോലുമില്ല. സോ ഇതെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചൊരു വള സെറ്റാണ്. ഇതെല്ലാം ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. അണ്ടർ $10-15 അകത്ത് മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ രണ്ടാമത്തെ ചേച്ചി വാങ്ങിച്ചതാണ്. മെറൂൺ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത്. സെയിം ഇത് രണ്ടും. ഇതൊക്കെ പ്ലാസ്റ്റിക് സ്റ്റീൽ മെറ്റീരിയൽ കമ്പി വള എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ, ആ സെയിം ആണ്. ഇത് വന്നിട്ട് എൻ്റെ മൂത്ത ചേച്ചിക്ക് കുപ്പിവളയോട് ഭയങ്കര ക്രേസ് ഉള്ളത് കൊണ്ട് കാരണം തന്നെ നമ്മൾ കുപ്പിവള വാങ്ങിച്ചതാണ്. ഇതിന് ചേച്ചിയുടെ സാരിയുടെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് രണ്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള കുപ്പിവളയാണ്. ഇതും കുപ്പിവളയൊക്കെ ഭയങ്കര $10 അകത്തേ ഉള്ളൂ. സോ ഇത് വേറൊരു മെറൂൺ. ഇതും എൻ്റെ മൂത്ത ചേച്ചി വാങ്ങിച്ചത് തന്നെയാണ്. ഇതും ഗ്ലാസ് ബാംഗിൾസ് ആണ്. കമ്മിങ് ടു ദിസ്, ഇതെന്റെ രണ്ടാമത്തെ ചേച്ചി വാങ്ങിച്ചതാണ്. ഇതും സ്റ്റീൽ മെറ്റീരിയൽ ആണ്. സെയിം ലൈക്ക് ദിസ് വൺ. ദിസ് ഇസ് ഓൾസോ ഫോർ മീ. ഇതും ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. സോ ഇത്രയേ ഉള്ളൂ ബേസിക്കലി ജ്വല്ലറി കളക്ഷൻ. സോ എന്തായാലും ഡു ചെക്ക് ഔട്ട് ദ പേജസ് വിച്ച് ഐ എം മെൻഷനിങ് ഓൺ ദ സൈഡ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മലയാളികൾക്ക് ഓണത്തിന് പറ്റിയ എല്ലാ കളക്ഷനും കിട്ടുമെന്നുള്ളതിൽ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ജ്വല്ലറി കളക്ഷൻ. ഓക്കെ ഗൈസ്, സോ നമ്മൾ അടുത്ത പോകുന്നത് നമ്മുടെ ഡ്രസ് കളക്ഷനിലോട്ടാണ്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്ന ഒരു കാര്യം നമ്മുടെ ഡ്രസ്സസ് ആണ്. സോ ഇവിടെ നമ്മൾ ഒരാഴ്ച മൊത്തം നീണ്ടുവന്ന സെർച്ചിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഹാൻഡ് പിക്ക് ചെയ്ത് നമ്മൾ കുറേ സെലക്ഷൻ്റെ ഇടയ്ക്കുന്ന് കുറച്ച് പിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് പിക്ക് ചെയ്ത കുറച്ച് കളക്ഷനാണ് നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ചേട്ടന് വേണ്ടി സെലക്ട് ചെയ്ത മെൻസ് വെയർ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ട്യുലിപ്പ് കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു മെറൂൺ കുർത്തയാണ്. ഇറ്റ്സ് എ ഹാഫ് കുർത്ത, ഇറ്റ്സ് നോട്ട് എ ഫുൾ വൺ. സോ ഇതൊരു ഹാഫ് ആണ്. മെൻസിന് പറ്റിയ ഒരു മെറൂൺ ഷെയ്ഡിൽ സെയിം ആസ് ലൈക്ക് ദാറ്റ്. ഇതിന്റെ കൂടെ തന്നെ ഇടാൻ പറ്റിയ ഒരു മുണ്ട്. ഇതൊരു സിമ്പിൾ മുണ്ടാണ്. നമ്മൾ നാട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സിമ്പിൾ മുണ്ടാണ്. ഒരു ചെറിയൊരു ഗോൾഡൻ കര വന്നിട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എ മെൻസ് വെയർ. സോ ഇതും ആ സെയിം കടയിൽ തന്നെ അവൈലബിൾ ആണ്. സോ മെൻസിനും വുമൻസിനും പോലെ തന്നെ മെൻസിനും പറ്റിയ കുറേ കളക്ഷൻസ് അവിടെ ഉണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദാറ്റ് സ്റ്റോർ ആസ് വെൽ. സോ അടുത്ത് നമ്മൾ പോകുന്നത് സാരി. സോ ഇതെന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചൊരു സാരിയാണിത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇത് നാട്ടിൽ വളരെ ട്രെൻഡിങ് ആയി പൊക്കോണ്ടിരിക്കുന്ന സാരിയാണ്. ഇതെന്ന് പറയുന്നത് ഡബിൾ അല്ല, ഇതൊരുമാതിരി ട്രിപ്പിൾ ഷെയ്ഡ് തന്നെ വരുന്ന ഒരു ഓംബ്രേ ടൈപ്പിലുള്ള ഒരു സാരിയാണ്. ഇതിൽ താഴെ വന്നിട്ട് ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡ് വരുന്നു, മേളിൽ വന്നിട്ട് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് മേളിൽ വന്നിട്ട് കസവിൻ്റെ ആ ഒരു ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണിത്. സോ ദിസ് ഇസ് ഫ്രം കാലിക്കോസ്. സോ കാലിക്കോസ് എന്ന് പറഞ്ഞാൽ വേറൊരു പേജ് നമ്മൾ കണ്ടുപിടിച്ച് അവിടെ നിന്ന് സെലക്ട് ചെയ്ത സാരിയാണിത്. ഇത് വളരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ തന്നെ നമ്മൾ പോയി ചൂസ് ചെയ്തെടുത്തൊരു സാരിയാണിത്. സോ യാ, ഇതും ഒക്കെ അഫോർഡബിൾ റേറ്റിലുള്ള സെറ്റ് സാരീസ് ആണ്. സോ ദിസ് ഇസ് വൺ അനദർ സാരി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അടുത്ത സാരി. ഇത് മടക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. സോ ഇത് നമുക്ക് ഈ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മുടെ തെയ്യത്തിൻ്റെ ഒരു ഡിസൈനാണിത്. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു തെയ്യത്തിൻ്റെ മോഡലാണ്. സോ ഇതും നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ട്യുലിപ്പ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചേട്ടൻ്റെ മെൻസ് വെയർ കണ്ട ആ ഒരിടത്തു നിന്ന് തന്നെയാണ് നമ്മളിത് എടുത്തേക്കുന്നത്. സോ ഇത് വന്നിട്ടൊരു റോസ് ഗോൾഡ് കളറാണ് ഈ ഒരു മേളിൽ ബോഡി വരുന്നത്. സോ ഈ ഒരു പ്രിന്റ് നമുക്ക് മുന്താണിയിലും താഴത്തൊരു ഫോൾസിലും ഈ ഒരു സൈഡിലും നമുക്ക് വരുന്നുണ്ട്. സോ ബേസിക്കലി ഇതാണ് ആ ഒരു സാരി. ഇത് ചേച്ചിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി, അപ്പം അങ്ങ് എടുത്തൊരു സാരിയാണിത്. സോ യാ, ദിസ് ഇസ് another collection from Tulip. So yeah, please do check out this also. This is also very affordable saree ആണിതും.
നല്ലൊരു ടേസ്റ്റ് ആണ് ഇത്. ബേസിക്കലി നമുക്കിപ്പം ഓണത്തിന് നല്ല നമുക്ക് അല്ലാണ്ട് ഇത് ബേസിക്കലി നമ്മൾ ഓണത്തിനാണ് ഉടുക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഉടുക്കാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് സാരിയാണ് അത്. ഓക്കെ ഗൈസ്, സോ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഡ്രസ്സാണ്. സോ ആ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കാലിക്കോസിന്നാണ്. സോ ഇതാണ്, ഞാൻ സാരിയും സെറ്റ് സാരിയും ഹാഫ് സാരിയും ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു ഞാൻ ചെറിയ കുട്ടിയെ പോലെ ഒരുങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ എടുത്തേക്കുന്നത് ഒരു സ്കേർട്ടും ഒരു ക്രോപ്പ് ടോപ്പുമാണ്. ഇത് ഫുൾ ബ്ലൗസ് അല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ ധാവണിക്ക് കൂടെ പെയർ ചെയ്യാം. ബട്ട് ഞാൻ ധാവണി ഇടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു സ്കേർട്ടും ഒരു ടോപ്പും ആണ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്കേർട്ട് തന്നെ കാണിച്ചു തരാം. ഇറ്റ്സ് എ വൈറ്റ് കളർ സ്കേർട്ടിൽ ഇതൊരു 6 ഇഞ്ച് വരുന്നുണ്ടെന്നാണ് ഞാനിത് എടുത്തപ്പോൾ പറഞ്ഞത്. സോ ഇതിന് നല്ല ഫ്ലെയർ ഉണ്ട്, നമുക്ക് നല്ലോണം വിരിയുന്ന ഫ്ലെയർ ഉണ്ട്. സോ അടിയിൽ വന്നിട്ട് ഒരു ഗോൾഡ് ആൻഡ് വൈറ്റ് കളറിലൊരു ഇത് വന്നിട്ട് ഇതിന്റെ അടിയിൽ ഫോൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഒരു തിക്നെസ് തോന്നിക്കും. സോ ഇതൊരു വളരെ നമുക്ക് അങ്ങനെ സെറ്റ് എന്നല്ല, നമുക്ക് അല്ലാതെ നമുക്ക് ഇടാൻ പറ്റും വെളിയിൽ. സോ അങ്ങനത്തെ ഒരു സ്കേർട്ടാണിത്. സോ ഞാൻ എൻ്റെ ടോപ്പിലോട്ട് വരാം. അതാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ്. ആക്ച്വലി ടോപ്പിന്റെ കളറ് ഇതാണ്. സോ നമുക്ക് ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. ബേസിക്കലി നിങ്ങൾക്ക് ഈ വർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ഇതെല്ലാം ഹാൻഡ് വർക്ക്ഡ് ആണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ? വേണ്ടിയത് ദിസ് ലോട്ടസ് ഡിസൈൻ. ഇതാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത്. ഞാൻ ചെന്നോടനെ ഈ ഒരു ഡിസൈൻ നമ്മൾ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് തിരിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. ഇത് ബാക്കിലാണ് വരുന്നതെങ്കിൽ പോലും ഇതെനിക്ക് ഭയങ്കര, ഇത് നാട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഓണത്തിന് എവിടെ ചെന്നാലും ലോട്ടസ്, മെഹന്തി ആയിക്കോട്ടെ ജ്വല്ലറി ആയിക്കോട്ടെ എല്ലാം ലോട്ടസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സിലും ലോട്ടസ് ഉണ്ട്. സോ ഇതിന്റെ അവരുടെ കയ്യിൽ ഞങ്ങൾ ചെന്നപ്പം ബ്ലാക്കും ഈ ഒരു കളറാണ് ഉണ്ടായിരുന്നത്. ബട്ട് എനിക്കൊന്ന് വേറെയും കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്യണം അതിൻ്റെ ഒരു കളക്ഷൻ വരുമ്പോഴത്തേനും. ആൻഡ് ഈ ഒരു ഹാൻഡ് വർക്ക് ഉള്ള ബ്ലൗസിൽ ഇത്രയും വർക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നല്ല കോസ്റ്റ്ലി ആയിരിക്കും, കാരണം ഹാൻഡ് വർക്ക് വന്നപ്പോൾ. ബട്ട് പ്രൈസ് കിട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇറ്റ് വാസ് ലൈക്ക് റിയലി അഫോർഡബിൾ. രണ്ടും കൂടെ, നോട്ട് ഓൺലി ദിസ് ബ്ലൗസ്, രണ്ടും കൂടെ കേട്ടപ്പോഴത്തേനും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. സോ എന്തായാലും നിങ്ങളിത് ചെക്ക് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്, എനിക്കറിയാം ഇതിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പം നാട്ടിൽ ഇതേ കളറിലുള്ള ധാവണി വരുന്നതാണ് ഇതിന്റെ ഒരു ട്രെൻഡ്. ബട്ട് ഞാൻ ധാവണി ഉടുക്കുന്നില്ല. സോ അതുകൊണ്ട് ഇതാണ് എന്റെ കളക്ഷൻ. സോ ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു വെയർ ഫോർ ഓണം. ഓക്കെ, സോ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നാട്ടിലെ വേറൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ദിസ് ഇസ് ലോട്ടസ് സാരി. സോ ഇത് വന്നിട്ട് എന്റെ മൂത്ത ചേച്ചി കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ഈ ഒരു സാരി. ആക്ച്വലി ഇത് ആരോഹിണി ബൈ അപർണ എന്ന് പറയുന്ന പേജിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ച സാരിയാണ്. അവിടെ ജ്വല്ലറീസ് മാത്രമല്ല, അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ സാരീസും അവൈലബിൾ ആണ്. സെയിം ഗോസ് വിത്ത് ബ്ലൗസസ് ഓൾസോ. സോ ബ്ലൗസും അവിടെ കുറെ റെഡിമെയ്ഡ് സ്റ്റോക്കുകളുണ്ട്. ഞങ്ങൾ പോയി കണ്ടായിരുന്നു. വളരെ നല്ല സ്റ്റോക്കുകളാണ് അവിടെ ഉള്ളതൊക്കെ. പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും. നമ്മൾ ഈ സാരി ആക്ച്വലി ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളവിടെ ചെന്നപ്പോഴത്തേനും, കാരണം അതിനുള്ളിൽ അത് സോൾഡ് ഔട്ട് ആയി. ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് കളക്ഷൻ ആണ് ഈ ബേസിക്കലി ഈ ലോട്ടസ്. ഇതൊരു റോസ് ഗോൾഡ് ആണ് ഇതിൽ കളർ വരുന്നത്. ഇതിന്റെ ബോഡി കളർ വരുന്നത് റോസ് ഗോൾഡ് ആണ്. ഇത് മുന്താണിയിലാണ് ബേസിക്കലി ഈ ഒരു ലോട്ടസിന്റെ ഇത്രയും വൈഡ് ഡിസൈൻ വരുന്ന മുന്താണിയുടെ ഭാഗത്താണ്. ബട്ട് നമ്മുടെ ബോഡിയിൽ ആ താഴെ നമുക്ക് ആക്ച്വലി ഈ ഒരു ഡിസൈനും വരുന്നുണ്ട്. ആൻഡ് ഇത് നമുക്ക് ഓണത്തിന് മാത്രമല്ല, ഇത് നമുക്ക് വേറെ ഒക്കേഷനിലും കൊടുക്കാം. കാരണം ഇത് അങ്ങനെ ഒരു ഓണം സാരിക്കും ഒരു ഡബിൾ യൂസിന് പറ്റിയ ഒരു സാരിയാണ്. കാരണം ഇവിടെ കസവൊന്നും അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ വേറെ ഫംഗ്ഷനും യൂസ് ചെയ്യാം. സോ ഇതെനിക്ക് എൻ്റെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഈ ഒരു സാരി. ഇതും സ്പെസിഫിക്കലി അഫോർഡബിൾ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ലോട്ടസ് സാരി. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സിലോട്ട് വന്നേക്കാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള പോലെ തന്നെ ഓണത്തിന് ടിപ്പിക്കലായിട്ട് എല്ലാവരും ഉടുക്കണ സെറ്റും മുണ്ടുമാണിത്. ഇത് വന്നിട്ട് ഒരു സിൽവർ കരയിൽ സൈഡിൽ മെറൂൺ ബോർഡർ വരത്തക്ക രീതിയിലുള്ള ഒരു സെറ്റും മുണ്ടുമാണ്. ഇതിന്റെ ബോഡിയും സിൽവർ കളർ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് വൈറ്റ്, അങ്ങനത്തെ വൈറ്റ് കളർ അല്ല, ഒരു തരം സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്. എൻ്റെ മൂത്ത ചേച്ചിക്ക് ഇങ്ങനത്തെ കുറെ സെറ്റുമുണ്ട്, സാരി അങ്ങനെയൊക്കെ എടുക്കണം തോന്നിയതുകൊണ്ട്. സോ ഇത് കാലിക്കോസിന്നാണ് എൻ്റെ ഡ്രസ്സ് എടുത്ത അതേ സ്റ്റോറിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സെറ്റും മുണ്ടും. ഇതും അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ കളക്ഷൻ ഫോർ ഓണം. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി ഓണം ഷോപ്പിംഗ് ഹോൾ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ. സോ എല്ലാവർക്കും കുറെ യൂസ്ഫുൾ ആയി, ബേസിക്കലി ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വ്ളോഗ് ആയിരിക്കുന്നതാണ് ഞങ്ങൾ പ്രത്യേകിച്ച് വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള പ്രവാസികൾക്ക് ഓണം ആഘോഷിക്കുമ്പോൾ പെട്ടെന്ന്, കഴിഞ്ഞ വട്ടമൊന്നും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞങ്ങൾ ഓർത്ത് ഇതൊന്നും ഇവിടെ കിട്ടില്ലായിരിക്കും, നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാനൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ കുറെ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ നമുക്ക് ഒത്തിരി മനസ്സിലായി ഇവിടെ തന്നെ നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല,
ഇവിടെ തന്നെ കാനഡയിൽ തന്നെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ കുറേ സ്റ്റോർസും കാര്യങ്ങളെന്നൊക്കെ. ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ നമ്മൾ വാങ്ങിച്ച എല്ലാ സ്റ്റോർസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേകൂട്ടി ഞാൻ പറയുമ്പോൾ തന്നെ സൈഡിലും സ്ക്രീൻഷോട്ട് കാണിച്ചേക്കാം. കാരണം അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും, പെട്ടെന്ന് പോയി ഓക്കെ ഇവിടെ കാണുമായിരിക്കും നോക്കാൻ വേണ്ടി. ഇതിപ്പം ഓണം നെക്സ്റ്റ് വീക്കാണ്, ഐ നോ ദാറ്റ്. എന്തായാലും ഇന്ന് പെട്ടെന്ന് തന്നെ ഓണത്തിന് പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേനും ജസ്റ്റ് ഗോ ഹെഡ്, അവിടെ കളക്ഷൻസ് കാണുമെന്നാണ് ഐ ഹോപ്പ്ഫുള്ളി. കാരണം എല്ലാം ഭയങ്കര മൂവിങ് കളക്ഷൻ ഉള്ളൊരു സ്റ്റോർസ് ആണ് ഞങ്ങൾ പോയതെല്ലാം. സോ that's all about our ഓണം ഷോപ്പിംഗ്. സോ നമുക്ക് അടുത്ത ആഴ്ച ഒരു ഓണം വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരേക്കും if you guys like this video, please do like, share and subscribe to our channels. And advance happy Onam guys. Bye.